ഗൈസ് നമ്മളിന്ന് വന്നേക്കണ 2017 ഇന്നോവ വി ഓപ്ഷനിൽ വന്ന റീവണ്ടിയാണ് വന്നേക്കണം. നമ്മൾ KL7 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. KL7 RTOയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നാൽ നല്ല തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും പറയാനില്ല വണ്ടിയിൽ. അതുപോലെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. ഡൽഹി വണ്ടിയുടെ എല്ലാം റീപ്ലേസ് ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരു 95% ഡൽഹി വണ്ടിയുടെയും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആയിരിക്കും അവരുടെ ക്ലെയിം. വണ്ടി പക്ക ക്വാളിറ്റിയാണ്. അതുപോലെ സൈഡിലേക്ക് വന്നാൽ തന്നെ നല്ല തട്ടുമുട്ടോ സ്ക്രാച്ചസ് ഒന്നും പറയാനില്ല. നല്ല ബോഡി ലൈനൊക്കെ കറക്റ്റ് ലെവലായിട്ടുള്ള ബോഡി ലൈനൊക്കെ നിൽക്കണത്. അതുപോലെ അലോവീൽസിന് ടയറൊക്കെ ഒരു 85% ടയർ ഭാഗം ഉണ്ടാകും. അതുപോലെ ബാക്ക് ടയറും ഒരു 85% ടയർ ഭാഗം ഉണ്ടാകും. അതുപോലെ ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നാൽ തന്നെ നല്ല ക്ലീനാണ്. അതുപോലെ ചെറിയൊരു തട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അതായത് മേജറായിട്ടുള്ള ചെറിയ തട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പെയിൻ്റൊന്നും പോയിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ തന്നെ ഒന്നും പറയാനില്ല, സ്ക്രാച്ചസ് ഒന്നും ഇല്ല. നല്ല ബോഡി ലൈനിലൊക്കെ കറക്റ്റാണ്, പക്കയാണ്. പിന്നെ ഇന്ത്യൻ ഭാഗത്തേക്ക് വന്നാൽ നല്ല സീറ്റ് കവർ, അതുപോലെ നല്ല സ്റ്റിയറിംഗ് കൺട്രോൾ, അതുപോലെ ഇൻബിൽറ്റ് സ്റ്റീരിയോ, അതുപോലെ നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ബാക്കിൽ സീറ്റ് കവറിലേക്ക് വന്നാൽ തന്നെ നല്ല ക്ലീനാണ്. അതുപോലെ സ്റ്റീരിയലുമാണ് ഇന്ത്യയിലും പക്ക ക്വാളിറ്റിയിലിരിക്കുന്നത്. വണ്ടി ഓടിക്കുന്നത് 1,60,000 ഓടിക്കണത്. ഫുൾ കമ്പനി സർവീസോടെയാണ് ഓടിക്കുന്നത്. 10 കറക്റ്റ് സർവീസ് വന്നിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടിയുടെ വില ഭാഗത്തേക്ക് വരാണെങ്കിൽ തന്നെ 13,95,000 ഫിക്സഡ് റേറ്റോടെയാണ് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത്. അതിലൊരു നെഗോഷ്യബിളും കാര്യങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ചെറുതായിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണ്, എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആലുവയിലാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വണ്ടി കിടക്കുന്നത് ആലുവയിലാണ്. നമ്മുടെ നമ്പറിൻ്റെ അടിയിൽ കൊടുത്തേക്കാം, അതിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ.